വയലാർ രാമവർമ്മ ഒരു കാവ്യജീവിതം. രാജീവ് പുലിയൂർ എഴുതിയ വയലാറിൻ്റെ ജീവചരിത്രം. വയലാറിൻ്റെ കാവ്യജീവിതം ബയോ ഫിക്ഷൻ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ സമഗ്ര ജീവചരിത്രം. നീണ്ട തപസ്യയിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഈ വരപ്രസാദം ഒരു എളിയ വായനക്കാരൻ്റെ കൺകോണിലൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊള്ളട്ടെ. ബലികുടീരങ്ങളുടെ നാടായ വയലാർ. തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ CP രാമസ്വാമിയുടെ ധാർഷ്ട്യങ്ങൾക്ക് അടിമപ്പെടാൻ ഒരുക്കമല്ലാത്ത അസംഘടിതരും അവഗണിക്കപ്പെട്ടതുമായ ഒരു ജനവിഭാഗത്തിൻ്റെ സംഘം ചേർന്നുള്ള ചെറുത്തുനിൽപ്പാണല്ലോ വയലാർ സമരത്തിൽ കലാശിച്ചത്. ഒരുപാട് പേർ വയലാർ രാമവർമ്മയെക്കുറിച്ച് പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ രാജീവ് എഴുതിയ ഈ പുസ്തകം വേറിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം പതിറ്റാണ്ടുകാലമായി നടത്തിയ ഗവേഷണ, നിരീക്ഷണ, പഠന പരമ്പരകളുടെ ആത്മസമർപ്പണമാണ് ഈ ജീവചരിത്രം. ഒരു കഥയോ കവിതയോ നോവലോ ചെറുകഥയോ ഒക്കെ വായിക്കുമ്പോൾ പരന്ന ഒരു വായനയ്ക്കപ്പുറം ആ എഴുത്തുകാരനിലേക്ക് നമ്മൾ അറിയാതെ സ്വയം ചെന്നെത്തിപ്പെടുന്നുണ്ട്. ആ എഴുത്തുകാരൻ്റെ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതകളും കലങ്ങിത്തെളിഞ്ഞ ഒരു ജലാശയം പോലെ നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. രാജീവ് പുലിയൂർ എന്ന എഴുത്തുകാരനെ 3 വ്യത്യസ്ത മേഖലകളിലായി നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയും. ഒന്നാമതായി അദ്ദേഹം ഒരു കവിയാണ്. രണ്ടാമതായി ഒരു ചിത്രകാരനാണ്. മൂന്നാമതായി ഒരു ഗവേഷകൻ, ചരിത്ര പുരാവസ്തു ഗവേഷകൻ കൂടിയാണ്. ഈ 3 തലങ്ങളിലായി വയലാർ ജീവചരിത്രത്തെ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്.